വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. തൃശൂർ എരവിമംഗലത്ത് വീടിനു നേരെ ആക്രമണം. എരവിമംഗലം സ്വദേശി ഷാജുവിന്റെ വീടിനു നേരെയാണ് ആക്രമണം. ലഹരി സംഘമാണ് ആക്രമണത്തിന് പിറകിലെന്ന് സംശയം. തൃശൂരിൽ വൻ വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടെത്തി. 15,000 കുപ്പി വ്യാജ വിദേശ മദ്യവും 2500 ലിറ്റർ സ്പിരിറ്റും പിടികൂടി. സംഭവത്തിൽ BJP മുൻ പഞ്ചായത്ത് അംഗമടക്കം 2 പേർ പിടിയിൽ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. തൃശൂരിന്റെ ക്രിസ്തുമസ് ആഘോഷം ബോൺ നത്താലെ നാളെ. നിരത്ത് കീഴടക്കാൻ ആയിരക്കണക്കിന് പാപ്പമാരും ടാബ്ലോകളും. തൃശൂർ കോർപ്പറേഷനിൽ ജനുവരി മുതൽ അപേക്ഷകൾ ഓൺലൈനിൽ മാത്രം. നാളെ മുതൽ വിവിധ സേവനങ്ങൾ തടസ്സപ്പെടും. 5 ദിവസത്തേക്കാണ് സേവനങ്ങൾ തടസ്സപ്പെടുക. നമസ്കാരം, ഞാൻ സിജി. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ പുത്തൂർ എരവിമംഗലത്ത് വീടിനു നേരെ ആക്രമണം. എരവിമംഗലം സ്വദേശി ഷാജുവിന്റെ വീടിനു നേരെയാണ് ആക്രമണമുണ്ടായത്. വീട്ടിൽ ആളില്ലാത്ത നേരത്തായിരുന്നു സംഭവം. ലഹരി സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സംശയമുള്ളതായി പോലീസ് അറിയിച്ചു. രാവിലെ 8:30യോടെയാണ് സംഭവം. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ യുവാവ് വീടിന്റെ മുന്നിൽ വച്ചിരുന്ന സാധനങ്ങൾ വാരിവലിച്ചിട്ടു. ഫിഷ് ടാങ്കിൽ മണ്ണ് വാരിയിട്ടു. പ്രാവിൻകൂട് പൊളിച്ചു. പ്രാവുകളെ തുറന്നുവിട്ടു. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കും നശിപ്പിച്ചു. ഇതിനിടെ വീട് കുത്തിപ്പൊളിക്കാനും ശ്രമിച്ചു. ഇത് വിഫലമായതോടെ ഗ്യാസ് കുറ്റി എടുത്ത് വലിച്ചെറിയുകയും മുറ്റത്തെ ചെടിച്ചട്ടികൾ തകർക്കുകയും ചെയ്തു. കൂടാതെ വീട്ടിലെ വളർത്തുകോഴിയെയും യുവാവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ബഹളം കേട്ട് അയൽവാസി എത്തിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു ആക്രമണം. സംഭവത്തിൽ വീട്ടുടമ ഷാജു ഒല്ലൂർ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ വൻ വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടെത്തി. 15,000 കുപ്പി വ്യാജ വിദേശ മദ്യവും 2500 ലിറ്റർ സ്പിരിറ്റും പിടികൂടി. സംഭവത്തിൽ BJP മുൻ പഞ്ചായത്ത് അംഗം ലാൽ ഉൾപ്പെടെ 2 പേർ പിടിയിൽ. ആളൂർ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടന്നു. BJP മുൻ പഞ്ചായത്ത് അംഗം ലാലിന്റെ ഉടമസ്ഥയിലുള്ളതാണ് കോഴി ഫാം. ലാലിന്റെ കൂട്ടാളി ലോറൻസ് ആണ് പിടിയിലായ രണ്ടാമത്തെയാൾ. നാടക നടൻ കൂടിയായ ലാൽ KPAC ലാൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോഴി ഫാമിന്റെ മറവിലായിരുന്നു വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. പോലീസ് പരിശോധനയിൽ നിർമ്മാണം പൂർത്തിയാക്കി കടലാസ് പെട്ടികളിൽ പാക്ക് ചെയ്ത് വിതരണത്തിന് തയ്യാറാക്കി വെച്ച നിലയിലാണ് 15,000 കുപ്പി വ്യാജ വിദേശ മദ്യം കണ്ടെത്തിയത്. മദ്യം നിർമ്മിക്കുന്നതിനായി പ്ലാസ്റ്റിക് ബാരലുകളിലായിരുന്നു സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. വ്യാജ മദ്യനിർമ്മാണം കോഴി ഫാമിന്റെ മറവിലായതിനാൽ നാട്ടുകാർക്കാർക്കും സംശയം തോന്നിയിരുന്നില്ലെന്നും DVSP TK ഷൈജു പറഞ്ഞു. വ്യാജമദ്യം സ്റ്റോർ ചെയ്യുന്ന ഒരു ഗോഡൌൺ ഉണ്ടെന്നുള്ളത് നമുക്ക് 3 മാസമായിട്ട് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നാണ് നമുക്ക് ഒരു കൂടുതൽ ക്ലാരിറ്റി കിട്ടിയത്. ആ ഗോഡൌൺ ഇന്നത് സ്ഥലത്താണെന്നും അതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി ഇന്നാണ് കിട്ടിയത്. അങ്ങനെ രാവിലെ ഇവിടെ റെയ്ഡ് നടത്തുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് റെയ്ഡ് നടത്തി. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ കണ്ടത്. ഇതൊരു രഹസ്യറ പോലെ ഉണ്ടാക്കിയിരിക്കുകയായിരുന്നു ഈ ഗോഡൌണിന്റെ ബാക്കിൽ. ഒരു കോഴി ഫാമിന്റെ മറവിലാണ് നടത്തുന്നത്. അതിന്റെ സൈഡിലുള്ള ഒരു ഗോഡൌണിനുള്ളിൽ ഒരു രഹസ്യറ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് കർണാടകയിൽ നിന്നാണ് ഇവിടേക്ക് സ്പിരിറ്റ് എത്തിച്ചിരുന്നതാണ് പോലീസിന്റെ നിഗമനം. സ്പിരിറ്റ് എവിടെ നിന്നാണ് എത്തിച്ചതെന്നും ഇടനിലക്കാർ ആരെല്ലാമാണെന്നും നിർമ്മിച്ച വ്യാജമദ്യം എവിടെയെല്ലാമാണ് വിൽപ്പന നടത്തുന്നത് എന്നതുൾപ്പെടെ അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പൂരനഗരിയെ പാപ്പ നഗരിയാക്കുന്ന ദിനം. തൃശൂരിന്റെ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമാക്കുന്ന ബോൺ നത്താലെ നാളെ ആഘോഷിക്കും. താളത്തിനൊപ്പം ചുവടുവയ്ക്കാൻ നിരത്തിലിറങ്ങുന്നത് 10,000-ലധികം പാപ്പമാരാണ്. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് ആഘോഷമായ ബോൺ നത്താലയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് നഗരത്തിൽ സജ്ജമാകുന്നത്. നാളെ ഉച്ചയ്ക്ക് 3-ന് ക്രിസ്മസ് പാപ്പമാർ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ സംഗമിക്കും. തുടർന്ന് 4-ന് സെന്റ് തോമസ് കോളേജിൽ നിന്ന് ജാർഖണ്ഡ് ഗവർണർ CP രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ഘോഷയാത്രയിൽ തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതും മതസൗഹാർദ്ദം, തിരുപ്പിറവി, ചലിക്കുന്ന പുൽക്കൂട്, ചലിക്കുന്ന ക്രിസ്തുമസ് ട്രീ തുടങ്ങി 20ഓളം നിശ്ചല ദൃശ്യങ്ങൾ അണിനിരക്കും. ഇതിനു പുറമെ വീൽചെയർ പാപ്പമാർ, റോളർ സ്കേറ്റിംഗ് പാപ്പമാർ, ഹോണ്ട ബൈക്കുമായി വരുന്ന പാപ്പമാർ, പൊയ്ക്കാൽ പാപ്പമാർ, മാലാഖമാർ തുടങ്ങിയവരും അണിചേരും. മന്ത്രിമാരായ അഡ്വക്കേറ്റ് K രാജൻ, R ബിന്ദു, K രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പാണക്കാട് സാദിഖ് അലി തങ്ങൾ, പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മിഷൻ രക്ഷാധികാരി TN പ്രതാപൻ MP, K ബാലചന്ദ്രൻ MLA തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി കഴിഞ്ഞ വർഷം തറക്കല്ലിട്ട ബോൺ നത്താലെ വീടിന്റെ താക്കോൽദാനം ഗവർണർ നിർവഹിക്കും.
2024 ജനുവരി 1 മുതൽ കോർപ്പറേഷനിലേക്കുള്ള പൊതുജനങ്ങളുടെ അപേക്ഷകൾ ഓൺലൈൻ വഴി മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂവെന്ന് മേയർ എം കെ വർഗീസ് അറിയിച്ചു. ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ വഴിയാണ് കോർപ്പറേഷൻ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നത്. കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്കായി പൊതുജനങ്ങൾ കോർപ്പറേഷനിൽ നേരിട്ട് വരാതെ പൂർണ്ണമായും ഓൺലൈൻ വഴി സേവനം ലഭ്യമാകും. പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾ ബുധനാഴ്ച മുതൽ 5 ദിവസത്തേക്ക് തടസ്സപ്പെടുന്നതാണ്. ജനുവരി 1 മുതൽ സേവനങ്ങൾ പുനരാരംഭിക്കും. അഴിമതിരഹിതവും സുതാര്യവുമായ കോർപ്പറേഷൻ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് തയ്യാറാക്കിയ ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി പൊതുജനങ്ങളുടെ സഹകരണം ആവശ്യമാണെന്ന് മേയർ എം കെ വർഗീസ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് NCC ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെ കാഡറ്റ്സുകൾ പങ്കെടുക്കുന്ന സ്പെഷ്യൽ നാഷണൽ ഇന്റഗ്രേഷൻ NCC ക്യാമ്പ് കവരത്തി ദ്വീപിൽ ആരംഭിച്ചു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 17 NCC ഡയറക്ടറേറ്റുകളിൽ നിന്നായി 200 കാഡറ്റ്സുകളാണ് NCC ദേശീയ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 8 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പ് എറണാകുളം ഗ്രൂപ്പ് കമാൻഡർ സൈമൺ മത്തായി ഉദ്ഘാടനം ചെയ്തു. കവരത്തി ദ്വീപിലെ നേവി, കോസ്റ്റ് ഗാർഡ് ആസ്ഥാനങ്ങൾ, മറൈൻ മ്യൂസിയം, പ്ലാനറ്റോറിയം എന്നീ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതോടൊപ്പം സ്കൂബ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള ജലകായിക വിനോദങ്ങളിലും നൃത്തകലാ സാംസ്കാരിക പരിപാടികളിലും NCC കാഡറ്റുകൾ പങ്കെടുക്കും. മാണി സി കാപ്പൻ MLA നേതൃത്വം നൽകുന്ന കേരള ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള സംസ്ഥാന ജില്ലാ നേതാക്കൾ രാജിവെച്ച് മാതൃസംഘടനയായ NCPയിൽ ലയിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശശി പുളിക്കൽ, രവി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നരേന്ദ്രൻ, സജീവൻ കോഴിക്കോട് എന്നിവരുടെ നേതൃത്വത്തിൽ 150ഓളം ജില്ലാ ഭാരവാഹികളടക്കമുള്ള പ്രവർത്തകരാണ് NCPയിൽ ലയിച്ചത്. NCP അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി NA മുഹമ്മദ് കുട്ടി, സംസ്ഥാന കോർഡിനേറ്റർ റോയ് വരിക്കാട്ട് എന്നിവർ ചേർന്ന് പാർട്ടിയിലേക്ക് വന്നവരെ സ്വാഗതം ചെയ്തു. പാർട്ടി രൂപീകരിച്ചിട്ട് ഏകദേശം 3 വർഷമായിട്ടും മിക്ക ജില്ലകളിൽ പേരിന് ഒരു ജില്ലാ കമ്മിറ്റി പോലും ഉണ്ടാക്കാൻ KDPക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ലെന്നും ആരോപിച്ച പ്രവർത്തകർ, കോട്ടയം ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ പാർട്ടിയുടെ ഇതുവരെയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് UDFന്റെ പരിപാടികളിൽ പങ്കെടുക്കുക എന്ന് മാത്രമാണെന്നും സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് രാജിവെക്കാൻ തീരുമാനിച്ചതെന്നും പാർട്ടി വിട്ടവർ ആരോപിച്ചു. തൊട്ടടുത്ത ദിവസങ്ങളിൽ കൂടുതൽ രാജിയുണ്ടാകും. കേന്ദ്രത്തിൽ അജിത് പവാർ നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിലുള്ള NCP കേരളത്തിൽ LDFന്റെ ഭാഗമായി പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദേശീയ തലത്തിൽ മുൻകാലങ്ങളിലും ഗോവ, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ NDA സഖ്യത്തെ സർക്കാർ ഉണ്ടാക്കാൻ NCP സഹായിച്ചിട്ടുണ്ട്. അന്നെല്ലാം കേരളത്തിൽ പാർട്ടി LDFന്റെ ഭാഗമായിട്ടാണ് നിലകൊണ്ടിരുന്നത്. ഇനിയും ആ നില തുടരുക തന്നെ ചെയ്യുമെന്നും അവർ പറഞ്ഞു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകൾ തുടരുന്നു. ബോൺ നഥാലെയും വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആതിരോത്സവവും തൃശൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി സിറ്റി ട്രാഫിക് പോലീസ്. ബുധനാഴ്ച രാവിലെ മുതൽ സ്വരാജ് റൌണ്ടിലും അനുബന്ധ റോഡുകളിലും പാർക്കിംഗ് വിലക്ക് ഏർപ്പെടുത്തി. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മുതൽ സ്വരാജ് റൌണ്ടിലേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കുകയില്ല. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആതിരോത്സവത്തിന്റെ ഭാഗമായി തിരുവാതിരക്കളയിൽ പങ്കെടുക്കാൻ വരുന്നവരുടെ വാഹനങ്ങൾ മാത്രം നായ്ക്കനാൽ ഭാഗത്തുകൂടെയും മണികണ്ഠനാൽ ഭാഗത്തുകൂടെയും തേക്കിൻകാട് മൈതാനത്തിലേക്ക് പ്രവേശിപ്പിക്കാവുന്നതാണ്. ഇതിനായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾ അത്യാവശ്യ കാര്യത്തിനല്ലാതെ അന്നേ ദിവസം തൃശൂർ നഗരത്തിലേക്ക് സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നത് കഴിയുന്നതും ഒഴിവാക്കി ഗതാഗത കുരുക്ക് കുറയ്ക്കുവാൻ സഹകരിക്കേണ്ടതാണെന്നും പോലീസ് അറിയിച്ചു. തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഇടവഴികളിലും റോഡ് അരികുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെയാണ് തിരുവാതിര. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ബുധനാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 11 വേദ പണ്ഡിതന്മാർ 11 വെള്ളിക്കുടങ്ങളിൽ നറുനെയ് നിറച്ച് ശ്രീരുദ്രജപം ആരംഭിക്കും. 11 ആവർത്തി ശ്രീരുദ്രജപത്തിനു ശേഷം മന്ത്രപൂരിതമായ നെയ്യ് ശ്രീ വടക്കുംനാഥന് അഭിഷേകം ചെയ്യും. ശേഷം ശ്രീ പാർവതിക്ക് പുഷ്പാഭിഷേകവും പൂജയും ഉണ്ടായിരിക്കും. രാവിലെ 10ഓടുകൂടി അന്നദാന മണ്ഡപത്തിൽ തിരുവാതിര ഊട്ട് ആരംഭിക്കും. ചാമച്ചോറ്, രസക്കാളൻ, പുഴുക്ക്, കൂവപ്പായസം തുടങ്ങി വിഭവസമൃദ്ധമായ ഊട്ട് 7000 പേർക്കാണ് ഒരുക്കുന്നത്. വൈകിട്ട് ലക്ഷദീപവും ഒരുക്കിയിട്ടുണ്ട്. വടക്കുന്നാഥ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്. ആതിര മണ്ഡപത്തിൽ തിരുവാതിര ദിനത്തിൽ 35ഓളം സംഘങ്ങളുടെ തിരുവാതിര കളി ഉണ്ടാകും. ഈ വർഷം ഏകദേശം 500ഓളം സംഘങ്ങൾ തിരുവാതിര കളി അവതരിപ്പിച്ചു. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്. അയ്യപ്പസ്വാമിക്ക് അഷ്ടാഭിഷേകം, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നീ പരിപാടികളും
തിരുവാതിരയുടെ ഭാഗമായി ഉണ്ടായിരിക്കും. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയി ബോട്ടിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെയും ബോട്ടും ഫിഷറീസ് വകുപ്പിന്റെ റെസ്ക്യൂ ടീം രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. ചാവക്കാട് സ്വദേശി ചുമ്മാർ ചെറുവത്തൂർ വീട്ടിൽ ബാബുവിന്റെ ഉടമസ്ഥയിലുള്ള സെന്റ് പീറ്റേഴ്സ് എന്ന ബോട്ടും കൊല്ലം സ്വദേശികളായ 7 മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തിയായ കാറ്റിലും രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. ചേറ്റുവ ഹാർബറിൽ നിന്നും 3 ദിവസം മുൻപാണ് ബോട്ട് മത്സ്യബന്ധനത്തിന് പോയത്. കടലിൽ 12 നോട്ടിക്കൽ മൈൽ അകലെ പൊക്ലായി വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ബോട്ട് കുടുങ്ങിയത്. രാവിലെ 8:30 ബോട്ട് കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ PD ലിസിയുടെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ ER ഷിനിൽകുമാർ, VN പ്രശാന്ത് കുമാർ, റെസ്ക്യൂ ഗാർഡായ ഷിഹാബ്, ബോട്ട് സ്രാങ്ക് ദേവസി മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ ഗഫൂർ എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. റബ്ബറിന്റെ താങ്ങുവില നിശ്ചയിക്കുക, കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ ആവർത്തന ചിലവ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി സംയുക്ത കർഷക സമിതി സംഘടിപ്പിച്ച ജില്ലാ ജാഥയ്ക്ക് പുന്നംപറമ്പ് സെന്ററിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ, കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉൾപ്പെടെയുള്ള ജാഥ അംഗങ്ങളെ ഹാരാർപ്പണം നടത്തി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് TR വർഗീസ്, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, സംയുക്ത സമരസമിതി നേതാക്കളായ MS ദത്തൻ, MM അവറാച്ചൻ, രാജേന്ദ്രബാബു, VC സജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മണപ്പുറം സമീക്ഷയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല ചെറുകഥാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കാരമുക്ക് SNGS ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കഥാരചനയുടെ വിവിധ ആവിഷ്കാര മാതൃകകൾ ചർച്ച ചെയ്ത് പുതിയ എഴുത്തുകാരുടെ രചനാശീലങ്ങളെ നവീകരിക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന് ഡിസംബർ 29 തുടക്കമാകും. വെള്ളിയാഴ്ച രാവിലെ 10 NS മാധവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. അശോകൻ ചെരുവിൽ, E സന്തോഷ് കുമാർ, അഷ്ടമൂർത്തി, സത്യൻ അന്തിക്കാട് തുടങ്ങിയവർ പങ്കെടുക്കും. TD രാമകൃഷ്ണൻ ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ TR ഹാരി, VN സുർജിത്, TS സുനിൽകുമാർ, MB സജീവൻ, TP ബിനോയ് എന്നിവർ സംസാരിച്ചു. G4U ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ G4U ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. G4U ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ എരവിമംഗലത്ത് വീടിനു നേരെ ആക്രമണം. എരവിമംഗലം സ്വദേശി ഷാജുവിന്റെ വീടിനു നേരെയാണ് ആക്രമണം. ലഹരി സംഘമാണ് ആക്രമണത്തിന് പിറകിലെന്ന് സംശയം. തൃശൂരിൽ വൻ വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടെത്തി. 15,000 കുപ്പി വ്യാജ വിദേശ മദ്യവും 2500 ലിറ്റർ സ്പിരിറ്റും പിടികൂടി. സംഭവത്തിൽ BJP മുൻ പഞ്ചായത്ത് അംഗമടക്കം 2 പേർ പിടിയിൽ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. തൃശൂരിന്റെ ക്രിസ്തുമസ് ആഘോഷം ബോൺ നഥാലെ നാളെ. നിരത്തി കീഴടക്കാൻ ആയിരക്കണക്കിന് പാപ്പമാരും ടാബ്ലോകളും. തൃശൂർ കോർപ്പറേഷനിൽ ജനുവരി മുതൽ അപേക്ഷകൾ ഓൺലൈനിൽ മാത്രം. നാളെ മുതൽ വിവിധ സേവനങ്ങൾ തടസ്സപ്പെടും. 5 ദിവസത്തേക്കാണ് സേവനങ്ങൾ തടസ്സപ്പെടുക. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുകയാണ്. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. You are watching G4U News.